നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഓക്കെ, സോറി ഞാൻ പറയാൻ വിട്ടുപോയി. സെൽഫ് ലവ് ക്ലാസ്, സെൽഫ് ലവിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. April 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അതിൽ കിട്ടും. ആൻഡ് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യൂ, ജോയിൻ ചെയ്യാൻ. ഓക്കെ, മെസ്സേജ് ചെയ്യൂ. ഞാൻ ഗൈഡൻസിലോ അത് പറയാൻ വിട്ടുപോയി, സാറില്ല. ഓക്കെ, സോ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് നിങ്ങൾക്ക് ഇന്നെടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാത്തത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു കണക്ഷനായിട്ട് എന്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തത്, എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ ബ്ലോക്കേജസ് വരുന്നത്, തടസ്സങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിനെ ഒരു സ്മൂത്ത് ആയിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, കോഫിൻ എന്ന രീതിയിലാണ് എടുക്കാം. സ്പിങ്സ് അല്ലേ. ഓക്കെ, ഇത് നമ്മുടെ മേസ് ആണ്. സൺ, ടവർ കാർഡ്, സ്നേക്ക്, ഓക്കെ, ഫിഷ്, ഓക്കെ, റൈഡർ, child, okay, clover, and one more garden. Okay, wow, very nice. Okay, ഈ ഫസ്റ്റ് കാർഡ് നോക്കട്ടെ, ഒരു സെക്കൻഡ്, എനിക്കൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. കോഫിൻ തന്നെയാണ്. ഓക്കെ, ഞാനത് എന്താണെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാറ്. എനിക്ക് ഇടയ്ക്ക് ചില സമയത്ത് എപ്പോഴും കാണുന്നൊരു കാർഡല്ല അത്, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി ഐ തിങ്ക് എല്ലാം ക്ലിയർ ആണ് എനിക്ക്. 31 സൺ തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് മെയിൻലി ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നത് കോഫിനാണിത്. കോഫിൻ എന്ന് പറഞ്ഞാൽ എൻഡിങ്, നമ്മുടെ ഡെത്ത് കാർഡുമായിട്ട് കണക്ട് ചെയ്യാം. സോ ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സെപ്പറേഷൻ ആയിരിക്കാം, എൻഡിങ് ആയിരിക്കാം, ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നതായിരിക്കാം. എന്നിട്ട് മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ എന്ന രീതിയിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന്, എനിക്കൊരു ലേശം അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, നീറ്റായിട്ട് ഇവിടെ ഇങ്ങനെ കാണണം എന്നൊരു. ഓക്കെ, ശരി, ഇവിടെ ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അതായത് മുൻപത്തെ പോലെ അല്ല ഇപ്പോൾ. ഓക്കെ, മേ ബി പേഴ്സണൽ അല്പം അകൽച്ച വെക്കുന്നുണ്ടാവാം, അവർ നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് നിങ്ങൾ ഈവൻ എൻഡായിപ്പോയി. എൻഡ് എന്ന രീതിയിൽ പറയുമ്പോൾ ലൈക്ക് ഒരു ബ്ലോക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ ഒരു അവസാനിച്ച പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇത് പോയോ, എൻഡായോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതായത് കംപ്ലീറ്റ്ലി ഇത് കഴിഞ്ഞോ, മേ ബി പേഴ്സൺ സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ ആ രീതിയിലൊരു എനർജി എനിക്ക് വരുന്നുണ്ട് ഇവിടെ. ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ, ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കാർഡായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അവിടെ ഒരു മാറ്റം വരുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ ഒരു എൻഡിങ് ഉണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും വരും, അത് വേറെ കാര്യം. ഓക്കെ, സോ ഇവിടെ എൻഡിങ് എപ്പോഴും നമ്മളൊരു ടോട്ടൽ എൻഡിങ് ആയിട്ട് നമ്മൾ എടുക്കാറില്ല, പ്രത്യേകിച്ച് ഫസ്റ്റ് കാർഡാണ്, സോ ഒട്ടും എടുക്കില്ല. സോ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്ന രീതിക്കാണ് നമ്മൾ പറയാം. ആൻഡ് ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്ന തടസ്സങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മേസ് ആണ്. മേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കുക എന്ന് പറയില്ലേ. സോ ഇവിടെ ഒരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ. ഓക്കെ, അത്ര സ്മൂത്ത് അല്ല, അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല നിങ്ങളുടെ. സോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ മേ ബി പേഴ്സൺ ഫ്രീ അല്ല, നിങ്ങൾ ഫ്രീ അല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ചില തടസ്സങ്ങൾ ഉണ്ടാവും. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. ഇവിടെ ചില കാര്യങ്ങൾ തടസ്സങ്ങളുണ്ട് എന്ന രീതിയിലാണ്. ആ തടസ്സങ്ങൾ ഇപ്പോൾ എന്തും ആവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി ഒരു റിലീജിയൻ വേറെ, കാസ്റ്റ് വേറെ, അല്ലെങ്കിൽ ഇവിടെ അഗൈൻ എനിക്ക് ഒരു പേഴ്സണും ഒരു 2-3 എനർജിയൊക്കെ കാണുന്നുണ്ട്. മേ ബി വേറെ ആരെങ്കിലും ഒക്കെ തടസ്സം നിൽക്കുന്നുണ്ടാവും, ഫാമിലീസ് എതിർക്കുന്നുണ്ടാവും. ഓക്കെ, അവർ സമ്മതിക്കില്ല എന്ന രീതിക്ക്, അല്ലെങ്കിൽ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ്, ഒരാൾ സിംഗിൾ, ഒരാൾ മാരീഡ്, വട്ടെവർ, അങ്ങനത്തെ പല ഏജ് വ്യത്യാസങ്ങൾ. സോ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് എന്ന രീതിയിലാണ്. ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്യാനുണ്ട്. ദൂരം ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, ഒരാൾ വേറെ സ്ഥലത്ത്, നിങ്ങൾ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അവർ വേറെ സ്ഥലത്താണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ, സോ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ആവും അല്ലേ. സോ പല കാര്യങ്ങൾ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും. ഐ മീൻ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം.
ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തടസ്സങ്ങളുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഫൈനാൻസിൻ്റെ ഒരു കാര്യം കാണുന്നുണ്ട്. ഓക്കെ, ഫൈനാൻസിൻ്റെ ഒരു ഇഷ്യൂ, നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഫൈനാൻഷ്യൽ ചെറിയ ഡിഫറൻസ്, അതായത് അവർക്ക് നല്ല ജോലിയുണ്ട്, നിങ്ങൾക്കില്ല, നിങ്ങൾക്കുണ്ട് അവർക്കില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ ട്രബിൾസ് അവർക്ക് എന്തെങ്കിലും ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവും, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, കുറച്ച് പേർക്ക് അഗൈൻ വേറെ വേറെ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് എനിക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ ഫാമിലി എന്നായിരിക്കാം, ഫാമിലിയുടെ ഭാഗത്തുനിന്ന് തടസ്സങ്ങളുണ്ടാവും. ഫാമിലി എന്ന് പറയുമ്പോൾ അഗൈൻ പാരൻസ് ആവാം, ബ്രദർ സിസ്റ്റർ ആവാം, ഓക്കെ, അല്ലെങ്കിൽ വിമൻ ഫ്രണ്ട്സ് ആവാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിലൂടെ തടസ്സം ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇവിടെ സ്നേക്കും കൂടി വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എനിമി ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ആൻഡ് ഇത് അങ്ങനെ ഒരു ഫാമിലി എന്ന രീതിക്ക് മാത്രമല്ല, ഇതൊരു എനിമി എന്ന രീതി കൂടിയാണ് കാണുന്നത്. എനിവേ ഓരോന്നായിട്ട് പറയാം. സണ്ണുണ്ട് ഇവിടെ, പക്ഷേ എവിടെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ എവിടെയോ ഒരു സന്തോഷം കൊണ്ടുവരുന്ന ഒരു വൈബും വരുന്നുണ്ട്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടൊരു കാർഡാണ് ഇവിടെ. സൺ എന്ന് പറയുമ്പോൾ ശരിക്കും മേ ബി നിങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ പുറത്ത് ലൈക്ക് ഇത് അറിയിക്കാൻ പറ്റില്ല. സഖ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലുള്ള മറ്റുള്ളവർ അംഗീകരിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ ഇവിടെ അതിൻ്റേതായ ചില തടസ്സങ്ങൾ അതും ഉണ്ടാവും. ഓക്കെ, എൻ്റെ ഇവിടെ ടവർ കാർഡ് കാണുന്നുണ്ട്. സോ മേ ബി ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ട് ലൈക്ക് മേ ബി ഫാമിലി തടഞ്ഞു, അല്ലെങ്കിൽ ഫാമിലി അറിഞ്ഞു നിങ്ങളുടെ ബന്ധം, അവർ എതിർക്കുന്നു എന്ന രീതിയിൽ മേ ബി ഒരു ടവർ കാർഡ് ഇവിടെ ഒരു എൻഡിങ് വന്ന് കാണാം. ഐ തിങ്ക് ഇവിടെ എവിടെയോ നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു എൻഡിങ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ എൻഡിങ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ആരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വേറെ ആരെങ്കിലും അറിഞ്ഞിട്ട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ നിങ്ങളുടെ തമ്മിൽ ഒന്ന് അകറ്റിയതായിരിക്കാം, നിങ്ങൾ തമ്മിലൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗൈൻ സ്നേക്ക് എന്ന് പറയുമ്പോൾ എനിമി അഗൈൻ തേർഡ് പാർട്ടി ആവാം. ഓക്കെ, മേ ബി അവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്കായിരിക്കും. ഓക്കെ, ഓൾറെഡി മാരീഡ് അല്ലെങ്കിൽ ഫാമിലിയുടെ ഓൾറെഡി വന്നു, അതല്ലാതെയും കുറച്ച് പേർക്ക് മേ ബി വേറൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സണിന്. അവർ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതായിരിക്കാം. ഓക്കെ, ഒരു ടെംപ്ടേഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ പറയാം മറ്റേ ആഡം ആൻഡ് ഈവിൻ്റെ കഥയിൽ പറയുന്ന പോലെ ടെംപ്ടേഷൻ അല്ലേ, ഒരു എന്തായാലും പറയാം ഫോർബിഡൻ ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ മേ ബി ആരും അംഗീകരിക്കാത്ത തരത്തിലുള്ള ആയിരിക്കാം. സോ ആ ഒരു തരത്തിലുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഓൾറെഡി മാരീഡ് അല്ലെങ്കിൽ വേറൊരു ബന്ധം, മേ ബി ഫാമിലി തീരുമാനിച്ചൊരു മാരേജ്, അല്ലെങ്കിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു, അങ്ങനെ വല്ലതും. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജി കൂടി വരുന്നുണ്ട്. സെവൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്, ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന രീതിക്കും ആവാം. ഇതെല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല, മനസ്സിലാക്കുക. ഞാനിവിടെ കുറച്ച് പോയിന്റ്സ് എടുത്ത് പറയുകയാണ്. ഓക്കെ, സോ അതിൽ ചിലത് നിങ്ങൾക്ക് മാച്ച് ആവാം, ചിലത് നിങ്ങൾക്ക് ആയിരിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി ഇതൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കില്ല, ഡെഫിനറ്റ്ലി നിങ്ങൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അല്ലാതെ വെറുതെ യൂണിവേഴ്സായിട്ട് പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ക്ലാരിറ്റി മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ അത് മനസ്സിലാക്കാം എപ്പോഴും. സോ അല്ലാതെ നമ്മളിവിടെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇല്ല, തേർഡ് പാർട്ടി ഇല്ല എന്ന് നിങ്ങൾ 100% ഉറപ്പുണ്ടെങ്കിൽ ഇല്ല, ഓക്കെ, വിട്ട് കളഞ്ഞേക്കും. ഓക്കെ, അത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ അത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഇവിടെ ആ രീതിക്കുള്ള എനർജി, കാരണം ഇവിടെ ലോയൽറ്റിയുടെ ഇത് വന്നിട്ടുണ്ട്. ഡോഗ് എന്ന് പറയുമ്പോഴത്തേന് എന്താ, നമ്മൾ വളരെ ആത്മാർത്ഥമായ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം എന്നൊരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം എന്നും പറയുന്നുണ്ട്. സോ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് പേർക്ക് അത് എന്നാലും നിങ്ങളോടുള്ള സ്നേഹം അവർക്കുണ്ട് തീർച്ചയായിട്ടും എന്നാണ് പറയുന്നത്. സോ തേർഡ് പാർട്ടി വന്നത് ചിലപ്പോൾ കാർമികമായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലം വരാനുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു കാർമിക വന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ബട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനത്തിന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, സ്നേഹത്തിന് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെയും മൈസ് ഉണ്ട്, ആരോ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നതായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ, ഓക്കെ, മേ ബി ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ട്രസ്റ്റിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട്, അവരെ വിശ്വസിക്കണോ വേണ്ടേ എന്ന രീതിക്ക് കുറച്ച് പേർക്ക് ഉണ്ടാവാം. അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ കാർന്ന് തിന്നുകൊണ്ടിരിക്കും എന്ന് പറയില്ലേ. സോ അങ്ങനെയുമാവാം, നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ അങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, നിങ്ങളോട് പറഞ്ഞ് ഒരു നെഗറ്റീവ് പറയുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ ഫിഷ് അഗൈൻ ഞാൻ പറഞ്ഞു ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, സോ മേ ബി റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലൊരു ഫൈനാൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ പേഴ്സൺ സെറ്റിൽഡ് അല്ല. ഓക്കെ, അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് മാരേജ് ഒന്നും ചിന്തിക്കാൻ പറ്റിയ ഒരു സമയമായിരിക്കില്ല, ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളൊരു നല്ല സ്ഥിതിയിലിരിക്കുന്നു, അവർ പോരാ എന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. ഫാമിലിയിൽ എന്തെങ്കിലും അവർക്കായിട്ട് കുറേ ബേർഡൻസ് ഉണ്ടാവും, അവരുടെ ഭാരങ്ങളുണ്ടാവും. അപ്പോൾ ഫൈനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾസ്, കരിയർ ഫൈനാൻഷ്യൽ എന്തെങ്കിലും സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവാം. ഇവിടെ റൈഡർ കാണുന്നുണ്ട്, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ മെസ്സേജ് വരുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. സോ പേഴ്സൺ യെസ് നിങ്ങളോട് ശരിക്കും ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അതൊക്കെ ഉണ്ട്, ലോയലാണ് എന്നുള്ളതും കണ്ടു. യെസ്, തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് അത്രയും ആത്മാർത്ഥമായ ഒരു സ്നേഹമുണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, അഗൈൻ തടസ്സങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ കുട്ടികളുടെ കാര്യം പറയാം.
കുറച്ച് പേർക്ക് മാരീഡ് ആണെങ്കിൽ കുട്ടികൾ എന്നുള്ളൊരു ഫാക്ടർ. ഓക്കെ, സോ മേ ബി അപ്പോൾ അവർ ഫാമിലി വിട്ട് വരാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഓക്കെ, കുട്ടികളുടെ കാര്യമൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് നടന്നു ചിലപ്പോൾ നടന്നു വരില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ആൻഡ് ഇത് ഇന്നർ ചൈൽഡിൻ്റെ കാര്യം കൂടിയായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ചില പേടികൾ അല്ലെങ്കിൽ ചില ഇഷ്യൂസ്, ഓക്കെ, ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് അത് നിങ്ങൾക്കും ഉണ്ടാവും അവർക്കും ഉണ്ടാവും. ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഹീലാവാനുണ്ട് ചിലപ്പോൾ, അതുമായിരിക്കാം. ഓക്കെ, എവിടെയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഒഴിഞ്ഞു മാറുക, അതൊക്കെ ചെയ്യുന്ന അവരൊരു ഇന്നർ ചൈൽഡ് ഇഷ്യൂ കൊണ്ടൊക്കെയാണ്. ഓക്കെ, സോ മേ ബി എവിടെയോ ഇന്നർ ചൈൽഡിൻ്റെ കാര്യം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളുണ്ടാവാം, രണ്ടും ആവാം. ബട്ട് അഗെയിൻ ഇവിടെ പറയുന്ന ലക്ക് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ മേ ബി നിങ്ങൾ നേരത്തെ പരിചയമുള്ളതായിരിക്കും, ചെറുപ്പം തൊട്ടേ നിങ്ങളുടെ പേഴ്സണെ പരിചയമൊക്കെ ഉള്ളതായിരിക്കാം. അങ്ങനെ ഒരു കാര്യം വന്നു. ഓക്കെ, നിങ്ങൾക്ക് കുട്ടികളും ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫിനോ വേണ്ടി റീഡിങ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുള്ള ഒരു കാര്യമായിരിക്കും. തടസ്സമായിട്ടല്ല പറയുന്നത് ഞാൻ, ജസ്റ്റ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ക്ലോവർ കാണുന്നത് നമ്മൾ ലക്കിനെ കുറിച്ചാണ് പറയുക. ഓക്കെ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും, ഒരു ലക്ക് വരും എന്ന രീതിയാണ്. അഗൈൻ ഇത് 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ എവിടെയോ യെസ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് കാണും. ഇവിടെയും ഞാൻ പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, സോ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടക്കുന്ന ഒരു എനർജി എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണ് വന്നത്. സോ യെസ്, ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു, ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഓക്കെ, ആൻഡ് പേഴ്സൻ്റെ ചേഞ്ച്, ചില മാറ്റങ്ങൾ, അവരുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ, അവർ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്, സിറ്റുവേഷനൊന്ന് മാറ്റുന്നത്, അതിവിടെ നിങ്ങൾക്ക് ലക്കായിട്ട് വരുന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്, സെലിബ്രേഷന് പോസിബിലിറ്റി ഉണ്ട്. ഇത് ഗാർഡൻ എന്നെടുക്കും. സോ നമ്മൾ ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ, ഒരു നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് അവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഓക്കെ കുറച്ചുകൂടി നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, യെസ് പ്രോബ്ലംസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്, ബട്ട് യൂണിവേഴ്സ് പറയുന്നത് അതിലൊരു മാറ്റം വരും എന്നും കാണുന്നുണ്ട്. ഓക്കെ, സോ മേ ബി കുറച്ച് ഇന്നസെൻസ് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരു അല്പം മെച്യൂരിറ്റി ഇല്ല എന്ന രീതിക്ക് കൂടി പറയാം. മേ ബി ഏജ് ഡിഫറൻസ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. ഓക്കെ, ബട്ട് പേഴ്സൻ്റെ ഒരു മെച്യൂരിറ്റി വരും, അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്നൊരു അടുപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ യെസ് തടസ്സങ്ങൾ കുറച്ചുണ്ട്, ശരിയാണ്. ആരെങ്കിലുമൊക്കെ ഗോസിപ്പൊക്കെ പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം, നിങ്ങളുടെ പേഴ്സണിനെ പറ്റി വന്ന് നിങ്ങളോട് എന്തെങ്കിലും കുറ്റം പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ഇപ്പോൾ പേഴ്സണോട് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അവിടെ അങ്ങനത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതുപോലെ ആരുടെയെങ്കിലും വാക്കൊക്കെ കേൾക്കാതിരിക്കുക കുറച്ചൊക്കെ. എന്തൊക്കെയോ എന്തായാലും മുന്നോട്ട് ശരിയാവും എന്നൊരു എനർജി നമുക്ക് പോസിറ്റീവ് വരുന്നുണ്ട്. ലെറ്റ്സ് സീ. ഒബ്സെസ്ഡ്, ഐ തിങ്ക് ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു, ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. സ്റ്റോക്ക് യുവർ സോഷ്യൽസ്, ഹോപ്പ് ഐ റൺ ഇൻ ടു യു ആൻഡ് സി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒബ്സെസ്ഡ് ആണ് അവർ നിങ്ങളോട്. ആക്ച്വലി അവർക്ക് നിങ്ങളെ ശരിക്കും വിട്ട് കളയാനോ ഒന്നും സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ 24/7 നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അവർ നിങ്ങളെ സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട്, ഓൺലൈൻ വന്നോ പോയോ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന രീതിക്ക് അവരെപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്സെസ്ഡ് ആണെന്നാണ് പറയുന്നത്. റൺ അവേ, would you pack a bag and meet me in Hawaii? I just want to get away from the world and be alone with you. Yes, actually നിങ്ങളുമായിട്ട് നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കും. ഗാർഡനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു സമയം സ്പെൻഡ് ചെയ്യുക, ഹാപ്പി ആയിട്ട് സമയങ്ങൾ എന്ന്. സോ ഇവിടെ നിങ്ങളുമായിട്ട് ഒളിച്ചോടാം, എൻ്റെ കൂടെ ഒളിച്ചോടാമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ബാഗ് എടുത്തിട്ട് നമുക്ക് ഒളിച്ചോടാം, എവിടെയെങ്കിലും പോയിട്ട് തനിച്ച് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ. You hurt me, everything that happened hurt me so much, I need more time to heal. Okay, maybe ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് കാണാം, അല്ലെങ്കിൽ ഒരു ഗോസിപ്പിൻ്റെ എനർജി, വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ യു ഹാവ് ഹേർട്ട് മീ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ ഹേർട്ടായിട്ടുണ്ട്, യെസ് ശരിയാണ്. മേ ബി അവരും ഹേർട്ടായി കാണാം. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻസിലുള്ളതിൽ അവർക്കും ഒരു ഹേർട്ടായിട്ട് ഫീൽ ചെയ്ത് കാണാം. അവർക്ക് കുറച്ച് സമയം വേണം ഹീൽ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. Spoiling you, I want to give you the good life, I want to spoil you with gifts and trips, everything you could ever want, you deserve nothing less. See, ഞാൻ പറഞ്ഞു ഫൈനാൻസിൻ്റെ കാര്യം, ഞാൻ പറഞ്ഞു അവർക്ക് എവിടെയോ എല്ലാം ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്താലേ അവർക്ക് സ്പോയിലിംഗ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും നിങ്ങൾക്ക് എല്ലാം നല്ല സാധനങ്ങൾ വാങ്ങിത്തരാം, നല്ല സ്ഥലത്ത് കൊണ്ടുപോകാം. ഓക്കെ, ലൈഫ് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ലൈഫ് തരാം. അപ്പം അതിനൊക്കെ കുറച്ച് പണം വേണം അല്ലേ, ഫൈനാൻഷ്യലി. ഓക്കെ, അങ്ങനെ സ്റ്റേബിൾ ആവണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാം തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഗോസ്റ്റഡ്, ഐ എം സോറി, ഐ
ഡിസപ്പിയർഡ്. ഐ നീഡ് ടു ഗെറ്റ് അവേ ആൻഡ് ക്ലിയർ മൈ ഹെഡ്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞു സെപ്പറേഷൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. കാരണം അവർക്കൊന്ന് ആക്ച്വലി നമ്മൾ പറയില്ല, ഒരുപാട് കൺഫ്യൂസ്ഡ് ആകുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒന്നും പറയാതെ സൈലൻ്റ് ആയിട്ട് മാറിപ്പോവാണ്. അത് ശരിക്കും നിങ്ങൾക്ക് വേദന ഉണ്ടാവും. യെസ്, യു ഹേർട്ട് മീ എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളായിരിക്കും ഹേർട്ട്. പേഴ്സൺ അങ്ങനെ സൈലൻസ് പോകുമ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നുണ്ടാവും. ബട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചൊരു സമയം വേണം എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആക്കാൻ എന്നാണ് പറയുന്നത്. എനിക്ക് ചിന്തിക്കാനും കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനും സമയം വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചെയ്യുന്നത് തെറ്റാണ്. ബട്ട് ഓക്കെ, സ്റ്റിൽ ലിസണിങ്. ഐ ലിസൺ ടു ദ മ്യൂസിക് യു ഹവ് ഷെയർഡ് വിത്ത് മീ. ഇറ്റ് ഹെൽപ്സ് മീ ടു കണക്ട് വിത്ത് യു ഓൾദോ വി ആർ എ പാർട്ട്. അവർ നിങ്ങൾ എപ്പോഴെങ്കിലും മ്യൂസിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടോ റീൽസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് വീണ്ടും എടുത്ത് കേൾക്കുന്നുണ്ട്. കാരണം അപ്പോൾ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജലസി, ഐ എം വെരി ജലസ്, ഐ ക്യാൻ ബെയർലി സ്റ്റാൻഡ്. ഇത് ജലസിയുടെ കാർഡും ആവാം. പാമ്പ്, ആക്ച്വലി സ്നേക്ക് നമ്മൾ ജലസിയുടെ കാർഡ് കൂടിയാണ്. അവർക്ക് എവിടെയോ നിങ്ങളോടൊരു അസൂയ തോന്നുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് അവർ കരുതുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ വേറെ ആർക്കെങ്കിലും പോകുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ ലൈഫിൽ മേ ബി എവിടെയോ ഒരു നിങ്ങളോടൊരു ഫീലിംഗ്, അവർക്കൊരു ജലസി ഫീലിംഗ് വരുന്നുണ്ട് ഇപ്പോൾ. For some reason. Unblock me. I miss you and want to connect. Please unblock me. And so we can literally or energetically. രണ്ടും ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് അവർ പറഞ്ഞത് മേ ബി നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്നെ അൺബ്ലോക്ക് ചെയ്യുമെന്നാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യണം എന്നില്ല. മേ ബി നിങ്ങളൊരു സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ആ ഒരു ഓപ്പൺ അപ്പ് ചെയ്യൂ, നമുക്ക് വീണ്ടും സംസാരിക്കാം എന്ന് എനിക്കിനി പറയാനുണ്ട് എന്നാണ് പറയുന്നത്. Nervous, you make me nervous. Even just thinking about you, I get nervous. I'm not sure what to say or how to act around you. അവർ പറയുന്ന അവർ ഒരുപാട് നെർവസ് ആവാറുണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് കണക്ഷനൊക്കെ ഫീൽ ചെയ്യുമ്പോൾ, നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അത് അവർക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവർക്കതിലങ്ങനെ അവർക്കൊരു ടെൻഷനാണ് വരുന്നത്. ഓക്കെ, എത്ര ഡീപ്പ് കണക്ഷൻസ് അവരങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് കാണില്ല ലൈഫിൽ, അതുകൊണ്ടൊക്കെയാണ് അവർക്ക് നെർവസ് ആവുന്നു എന്ന് പറയുന്നുണ്ട്. യു ആർ മൈൻ. ഐ ഗെറ്റ് സോ പിസ്ഡ് നോയിങ് അതർ പീപ്പിൾ ക്യാൻ ഹാവ് യു നൗ. ഈസ് ഇറ്റ് ടോക്സിക്? ഐ വോണ്ട് ദ വേൾഡ് ടു നോ യുവർ മൈൻഡ്. അവർക്ക് ശരിക്കും എന്തോ ജലസി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ മേ ബി വല്ല സോഷ്യൽ മീഡിയ പോസ്റ്റോ വല്ലതോ കിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം. അവർ പറയുന്നത് അവർക്കിപ്പോൾ നല്ലോണം ജലസി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വേറെ ആരുടെയോ കൂടെയാണ് എന്ന രീതിയിൽ അവർക്ക് എന്തോ ഒരു ചിന്ത കയറിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാതെ കുറച്ച് പേർക്കായിരിക്കും. ഓക്കെ, അവർക്ക് തോന്നുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ട് നടക്കുന്നു, നിങ്ങൾ വേറെ ആരുടെയോ ഫ്രണ്ട്സും ആയിരിക്കാം. ഫ്രണ്ട്സും ആണെങ്കിലും ശരി, അവർക്ക് ജലസി തോന്നുന്നുണ്ട്. നിങ്ങൾ അവരെ വിട്ട് മാറി നടക്കുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട്. Will you listen? There are so many things I want to say to you, but will you hear all the way out? Will you believe me? ഓക്കെ, അവരെ ചോദിക്കുന്നത് നിങ്ങൾ അവരെ വിശ്വസിക്കുമോ, കേൾക്കാൻ തയ്യാറാണോ? അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ കേൾക്കില്ല എന്നൊരു തോന്നലാണ്. മേ ബി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തോന്നലാണ്. ഓക്കെ, നിങ്ങൾ അവരെ വിശ്വസിക്കുമോ, ട്രസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ബട്ട് യെസ്, ട്രസ്റ്റിൻ്റെ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. സോ യെസ്, ട്രസ്റ്റ് ചെയ്യാം എന്നാണ്. യെസ്, attention of others. I am addicted to the attention of others. I love feeling wanted and needed. I don't feel whole without it. Okay, this പേഴ്സൻ്റെ ഒരു ഷാഡോ സൈഡാണ് കാണിക്കുന്നത്. പേഴ്സൻ്റെ ചില ഒരു ഇതുണ്ട്, ചില നേച്ചർ ഉണ്ട്, ദാറ്റ് അവർക്ക് മറ്റുള്ളവരെ അറ്റൻഷൻ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ. അതായത് നിങ്ങൾ മാത്രമല്ല, ലൈക്ക് അവർക്ക് ഇങ്ങനെ എല്ലാവരും അവരെ ഇഷ്ടപ്പെടണം, അവരെ ഒരു അറ്റൻഷൻ കൊടുക്കുന്ന അവർക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും, ഇല്ല എന്നല്ല. ബട്ട് എന്നാലും അവർക്ക് മറ്റുള്ളവരും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ഒരു നിങ്ങൾ വലിയ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു രസമാണ്, ഒരു ഇഷ്ടമാണത്. ഓക്കെ, അതിനോടൊരു അഡിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അതവരെ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് അവർക്ക് അറിയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഇവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. എവിടെയോ നിങ്ങൾ നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു റണ്ണർ ചേസർ ഇങ്ങനത്തെ ഇതൊക്കെ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ നമ്മൾ നിങ്ങളോടിപ്പോൾ ചെയ്യാനൊന്നേ ഉള്ളൂ. നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യൂ. ഓക്കെ, പേഴ്സണായിട്ട് അവരൊരു എഫേർട്ട് എടുത്തെ നിങ്ങളെ പിന്നാലെ വരാനോ നിങ്ങളോട് സംസാരിക്കാനോ ഒക്കെ വഴികളൊക്കെ കണ്ടുപിടിക്കട്ടെ അവർ, അല്ലേ? കുറച്ച് എഫേർട്ട് എടുത്തെ അവർ. നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങളുടെ കാര്യം നോക്കി ഒന്ന് മാറിയിരിക്കൂ. ഓക്കെ, നല്ലത് തന്നെയാണ്. എനിവേ, അവർക്ക് വേണം നിങ്ങളെ, അവർ വരും തീർച്ചയായിട്ടും. ഓക്കെ, സോ മുന്നോട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് സെൽഫ് ലവ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.